ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോ ലിയുനെയും ബോയിനെയും കാണിക്കാണ്. അപ്പോ ലിയു ബോയുടെ അടുത്ത് നീ ഫെയിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു, പക്ഷെ ആ ടൈമിന് എനിക്കത് വിശ്വസിക്കാനായിട്ട് തോന്നിയില്ല എന്ന് പറയും. സത്യങ്ങളെല്ലാം അവള് തുറന്നു പറഞ്ഞിട്ട് പോലും നിനക്കിപ്പോഴും അതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. സത്യമാണ് നീ പറഞ്ഞത്, ഫെയ്ക്കും എനിക്കും ഇടയിൽ നുണകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എന്നും പറഞ്ഞ് ഫെയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം എല്ലാം ഒന്ന് ഓർത്തെടുക്കും. ലിയുന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ഫെയ്, അതുകൊണ്ട് തന്നെ ഫെയിനെ കുറിച്ച് അവളുടെ ഡയറിയിലൊക്കെ എഴുതും. ഇപ്പോ അതൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് എന്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്രണ്ട് അവളായിരുന്നു എന്നും പറഞ്ഞ് ഭയങ്കര ഫീൽ ചെയ്ത് കരയാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ പോയും അവളെയാണോ നീ നിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അവളാണ് എന്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്രണ്ട്, അതുകൊണ്ട് തന്നെ അവളെ കുറിച്ച് ആലോചിക്കാണ്ടിരിക്കാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ പോയും ഹേയ്, അവളല്ല നിന്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയോ ഒന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ ഈ കാര്യമൊന്നും നിന്റെ അടുത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പറയേണ്ട ടൈമാണ്. ജൂനിയർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നിന്നെ ഒരുത്തം ബുള്ളി ചെയ്ത് നീ അവിടെയുള്ള ക്ലിനിക്കില് അഡ്മിറ്റ് ആയില്ലേ? ആ ടൈമിന് നിനക്ക് വേണ്ടി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുമല്ലാണ്ട് നിന്നെ ബുള്ളി ചെയ്തവനാ ഒരു ഫൈറ്റിലൂടെ ഞാൻ തോൽപ്പിച്ചു. പഴയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് സങ്കടം ആവുമെന്ന് എനിക്കറിയാം, എന്നാലും ആ ടൈമിനൊക്കെ ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്നറിയും. നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നറിയും. അപ്പൊ തന്നെ പോയും നിനക്കറിയാൻ പാടില്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ പെർഫ്യൂമിന് വേണ്ടി ഒരു ബ്ലോഗ് തുടങ്ങിയില്ലേ? ആ ടൈം മുതൽ തന്നെ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് വല്ലതും നീ അറിഞ്ഞായിരുന്നു എന്ന് നിന്നെ ചോദിക്കും. ലിയോന് ചിരി വന്നിട്ട് ഇല്ല എന്നറിയും. ലിയോന്റെ ചിരി കാണുമ്പോ ബോയ്ക്കും ഹാപ്പി ആകും. എല്ലാം കൂടി നോക്കുമ്പോ നിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആവാനായിട്ട് ഞാൻ ക്വാളിഫൈഡ് അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അതേന്നും പറഞ്ഞ് ലിയോ ഒന്ന് തല കുലുക്കി കാണിക്കും. അപ്പൊ തന്നെ ബോയും ലിയോന്റെ കയ്യിലേക്ക് കയറി പിടിച്ച് ഇപ്പൊ ഞാൻ നിന്റെ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമല്ല, ഇപ്പൊ നിന്റെ ഫസ്റ്റ് ബോയ് ഫ്രണ്ടും കൂടിയാണ് ഞാനെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയുനും വല്ലാണ്ട് ഹാപ്പി ആകും. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ, ഇനി നീ സങ്കടപ്പെടരുതെന്നും പറഞ്ഞിട്ട് കണ്ണീരൊക്കെ തുടച്ചോണ്ടിരിക്കും. കറക്റ്റ് ടൈമിന് ഷാ ഇവരുടെ ഇടയിലേക്ക് വരും. എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ നീനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ലിയോ അവളുടെ കൈ വലിച്ചു മാറ്റും. ഇത് കാണുമ്പോ ബോയ്ക്ക് ടെൻഷൻ ആകും. നിനക്ക് അറിഞ്ഞൂടെ ഞങ്ങള് ഡേറ്റ് ചെയ്യുന്ന കാര്യം? പിന്നെ ഞങ്ങള് പബ്ലിക് ഇരുന്ന നിനക്ക് എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. ആ സൂപ്പർ കാര്യമാണല്ലോ നീ ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാരും നീ വേറെ ഏതോ പെണ്ണിനെ ഡേറ്റ് ചെയ്യുവാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം നീ അത് പോയി ഫിക്സ് ചെയ്തിട്ട് വാ, എന്നിട്ട് ഇവിടെ ഇരുന്ന് കൊഞ്ചിയാ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയുടെയും ലിയുവിന്റെയും ഫേസ് ഒക്കെ മാറും. ആ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കുത്തിയിരുന്നാ മതി. നിന്റെ സ്ഥാനത്തെ ഞാനായിരുന്നെങ്കിൽ അവളെ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവളെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് അവൾ ഫേക്കാണെന്ന് എല്ലാവരെയും അറിയിച്ചാനേ. പക്ഷെ നിനക്കതൊന്നും പറ്റില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ബോയും ഫെയിനെ ഡീല് ചെയ്യാനായിട്ട് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ ബോയ്, നീ ശരിക്കും ഒരു കിഡാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ആർക്ക് വേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്യണം? എന്തായാലും എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയും. നിന്റെ കയ്യിൽ ഐഡിയ ഉണ്ടോ? ആ ഒരു ഐഡിയ വെച്ച് നീ എങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും? സത്യം പറഞ്ഞാ ഞാനൊരു മണ്ടനാണ്. ഞാൻ ഒരുപാട് ചിന്തിച്ചു, എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. പക്ഷെ നിനക്കൊരു ഐഡിയ കിട്ടി. എന്തായാലും നീ ഗ്രേറ്റ് ആണ്. ആ ഒരു ഐഡിയ വെച്ച് നിനക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് വേണ്ടി നീ ഹെൽപ്പ് ചെയ്യണ്ട, പക്ഷെ ലിയോന് വേണ്ടി നീ ഹെൽപ്പ് ചെയ്യണോന്നറിയും. ഷായുടെ വീക്ക്നെസ് ലിയോ ആണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ ബോയ് ലിയോനെ എടുത്തിടും. അങ്ങനെ തിരിച്ചിട്ട് ബോയ് അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ഷായ്ക്ക് ടെൻഷനായിട്ട് പോടാ പണ്ടാന്നും പറഞ്ഞ് സ്റ്റൂളിനിട്ട് ഒരു തട്ടും കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് 4 പേരും കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. അപ്പൊ തന്നെ ഞാനും ഷാ, നിങ്ങൾക്ക് നല്ല ഐഡിയ ആണോ കിട്ടിയത്? ഞാനും ബോയും ഉണ്ടല്ലോ നൈറ്റ് മുഴുവനും തല പുകച്ചു, ഒരു ഐഡിയയും കിട്ടിയില്ല. ഡയറക്റ്റ് ആയിട്ട് അവളുടെ മേത്ത് ചെളിവാരി എറിയാൻ വരെ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അതൊന്നും ചെയ്തിട്ട് കാര്യമേ ഇല്ല എന്ന് പറയും. ആക്ച്വലി ആനും ബോയും കൂടി ഇപ്പോൾ ലാസ്റ്റ് നടന്ന ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് ഫെയ് ആ ടൈമിന് വന്ന് ബോയുടെ കൂടെ ആക്ട് ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞ് ഇവരൊരു പോസ്റ്റ് ഇടും. പക്ഷെ അതിന് കീഴില് ഫെയിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വരും. ഇതിപ്പോ ഷായ്ക്ക് ആൻ കാണിച്ചു കൊടുക്കും. നിങ്ങൾ ശരിക്കും സോഷ്യൽ മീഡിയയില് ഗുഡ് ഇമേജ് ഉള്ള ഒരാളുടെ അടുത്താണ് ഡീല് ചെയ്യാനായിട്ട് പോയത്. അപ്പോ ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരാം. ഇതില് അത്ഭുതപ്പെടാനൊന്നുമില്ല. അവള് ശരിക്കും പ്രൊഫഷണൽ ആണെന്ന് പറയും. അപ്പൊ തന്നെ ലിയു, നീ 2-3 പ്രാവശ്യമല്ലേ അവളെ മീറ്റ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് എങ്ങനെ നിനക്ക് ഇതൊക്കെ മനസ്സിലായി നീ എന്നെ ചോദിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ വേൾഡ് ആണ്. അതില് ഒരു ഇമേജ് അവളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങൾ അവളെ കരിവാരി തേക്കാൻ പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല.
ഓൺലൈൻ ലോകം എന്ന് പറയുന്നത് ശരിക്കും വലുതും വിശാലവുമാണെന്ന് തോന്നുന്നു. നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തെക്കാൾ വലുതാണെന്ന് പറയും. അപ്പൊ തന്നെ ഞാനും നിനക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഉണ്ട്, ഞാൻ പറയാം. ആദ്യം നമുക്ക് അവളെ റിയൽ ലൈഫിൽ നിന്ന് ഡൗൺ ആക്കണം. അതിനുശേഷമേ ഓൺലൈനിൽ നിന്ന് ഡൗൺ ആക്കാനായിട്ട് പാടുള്ളൂ. പക്ഷെ ആ വഴി കുറച്ച് കട്ടിയുള്ളതാണെന്ന് പറയും. അപ്പൊ തന്നെ ഞാനും ശരിക്കും ഭയങ്കര സ്മാർട്ടാണ്, നിനക്കതറിയാമോ? ഒരു ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ഫെയ്യിനെ കണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പോയപ്പോ അവൾ അവിടെ നിന്നും എന്നെ കണ്ടു തന്നെ രക്ഷപ്പെട്ട് ഓടി. ഞാൻ ഈ കാര്യം അവളുടെ അടുത്ത് ചോദിച്ചപ്പോ അവിടെയുള്ള ആളുകളൊക്കെ ബ്ലൂ കോളർ വർക്ക്സ് ഒക്കെ ചെയ്തത് കൊണ്ട് അവര് സ്കൂളൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ എടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് താൻ അവിടെ വന്നതെന്നും പറഞ്ഞ് അവള് ഈസി ആയിട്ട് തന്നെ ആ ഒരു ചോദ്യം ട്വിസ്റ്റ് ചെയ്ത് വിട്ടു എന്ന് പറയും. അപ്പൊ തന്നെ പോയും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്നുണ്ട്. ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ഒരു പ്രൈവറ്റ് മാറ്റർ ആണെന്ന് പറയും. അപ്പൊ തന്നെ ഞാനും അതെന്താന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ഒരു ദിവസം ഞാൻ റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഫെയ് ഒരു ബ്രഷുമായിട്ട് ടോയ്ലറ്റിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം പുറത്തു തന്നെ നിന്നു. ആ ടൈമിന് അവള് വോമിറ്റ് ചെയ്യുന്ന സൗണ്ടാണ് പുറത്തേക്ക് ഞാൻ കേട്ടത്. ഇത് ശരിക്കും വലിയ കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ഇത് വെച്ചൊന്ന് അവളുടെ അടുത്ത് സംസാരിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയു, നിങ്ങൾ എന്തായാലും ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഹെൽപ്പും എനിക്ക് വേണ്ട. വേറൊന്നുമല്ല, എന്റെയും അവളുടെയും ഇടയിലുള്ള കാര്യമല്ലേ, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഡീല് ചെയ്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ബോയുടെയും ഷായുടെയും ആനിന്റെയും ഫേസ് ഒക്കെ ഒന്ന് മാറും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫെയിനെയൊക്കെ കാണിക്കാണ്. ഫെയ്, നീ പറയുന്നത് സത്യമാണോ? നീ ഇന്നലെ ബോയുമായിട്ട് വീട്ടിലേക്ക് പോയായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ്യും ഭയങ്കര നാണിച്ച് ഞങ്ങൾ രണ്ടുപേരും നടന്ന് വീട് വരെ പോയി എന്നേ ഉള്ളൂ എന്നറിയും. ആ ടൈമിന് നമ്മുടെ ലിയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോ പൗലയാണെങ്കിലോ അതുകൊണ്ടാണല്ലേ എല്ലാ ദിവസവും ചെയ്യുന്ന സ്ട്രീമിങ് ഇന്നലെ നീ ചെയ്യാണ്ടിരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഫെയ്ക്ക് ഭയങ്കരമായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ തന്നെ പൗല, മിമി നീ എന്താ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത്? നിന്നെ ഫോളോ ചെയ്യാത്തതില് സങ്കടം വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ലിയു ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ ഫെയ് എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഒരുപാട് വയർ നിറച്ച് കഴിച്ചിട്ടാ വന്നത്. എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയുവിന്റെ ഫേസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ട്. ആ ടൈമിനാണ് ബോയും ആനും കൂടി അതിലെ നടന്നു പോകുന്നത്. അപ്പൊ തന്നെ ഫെയ് ബോയിനെ അടുത്തേക്ക് വിളിക്കും. വേറെ നിവൃത്തിയില്ലാണ്ട് ബോയും ഫെയ്യുടെ അടുത്തേക്ക് വരും. ഫെയ്യുടെ അടുത്ത് തന്നെ മിമി ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ തന്നെ പൗല, മിമി നീ ഒന്ന് അവിടെ നിന്ന് മാറാമോ? അവര് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും അല്ലേ, ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറയും. അപ്പൊ തന്നെ മിമിയും ചാടി കഴിഞ്ഞിട്ട് എന്തായാലും ബോയ് നീ ഇവിടെ ഇരുന്നു, എനിക്ക് പ്രൊഫസറിനെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ തന്നെ ബോയും ഫെയ്ഡ് എടുത്തിരിക്കും. നിന്നെ എപ്പോഴും ഞാൻ ഈ കഫറ്റേരിയയിൽ കാണാറുണ്ട്, പക്ഷെ നീ ഒന്നും കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഫെയ്യും ഞാനൊന്നും കഴിക്കാറില്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വരാറ്. മിമിക്കും പൗലയ്ക്കും കമ്പനി കൊടുക്കും, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ ബോയും എനിക്ക് എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്കൊരുമിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ പൗല, ഓ സ്വീറ്റ്, നിങ്ങൾ എന്തൊരു സൂപ്പർ റൊമാൻറ്റിക് കപ്പിൾസ് ആണ്, എന്തായാലും നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് തന്നെ കഴിക്കുന്ന പറയും. അപ്പൊ തന്നെ ചെയ്യും, നിനക്ക് എന്താണ് ഇപ്പോ കഴിക്കാനായിട്ട് തോന്നുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഉടനെ തന്നെ ബോയ് ആണെങ്കിലും എനിക്കിപ്പോ കേക്ക് കഴിക്കണോന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയുന്റെയും ആനിന്റെയും ഫേസ് ഒക്കെ മാറും. എന്തിനാണ് ഇപ്പോ ഇവൻ കേക്ക് കഴിക്കാനായിട്ട് പറയുന്നതെന്ന് ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ. പക്ഷെ ഈ കാര്യം കേൾക്കുമ്പോ ഫെയ്യുടെ ഫേസ് അങ്ങനെ തന്നെ മാറും. അപ്പൊ തന്നെ ബോയും, ഒരു കേക്കും നമുക്കൊരു കോൾഡ് കോഫിയും കുടിക്കാം, അത് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫ്രണ്ടിൽ ഇപ്പോ കേക്ക് ഇരിക്കുവാണ്. ഇത് നോക്കിയിട്ട് ഫെയ് ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാണ്ട് കോഫിയൊക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ബോയും, എനിക്ക് കേക്ക് എന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്, അത് ഷെയർ ചെയ്ത് കഴിക്കുന്നത് എനിക്ക് സന്തോഷം നിറഞ്ഞ കാര്യമാണ്, നമുക്ക് രണ്ടുപേർക്കും ഈ കേക്ക് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറയും. അപ്പൊ തന്നെ ഫെയ്, അയ്യോ ബോയ് എനിക്ക് വേണ്ട, ഓൾറെഡി എന്റെ വയറ് ഫില്ലാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പൊ തന്നെ ലിയോ അവിടെ ഇരുന്ന് കൊടുക്കുന്നുള്ള രീതിയിൽ തലയൊക്കെ കുലുക്കി ബോയിനെ കാണിക്കുന്നുണ്ട്. ബോയ് അപ്പൊ തന്നെ ഒരു സ്പൂൺ കേക്ക് എടുത്ത്, എന്തായാലും നിനക്ക് ഞാനിത് കോരിത്തരാന്നും പറഞ്ഞ് സ്പൂണിൽ കേക്ക് എടുത്ത് ചെല്ലും. ഫെയ് ആണെങ്കിലോ നാണം വന്ന പോലെ, ബോയ് നീ എന്താ ഈ കാണിക്കുന്നത്? ഒരുപാട് പേരുണ്ട് ഇവിടെ, അവരൊക്കെ ഇത് കാണില്ലേ, എനിക്ക് നാണം വരുന്നു എന്നും പറഞ്ഞ് നല്ല രീതിക്ക് ആക്ട് ചെയ്യും. പൗല ഇത് കണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ എന്നും പറഞ്ഞ് ഇവിടെ തന്നെ നോക്കി നിൽക്കാണ്. അപ്പൊ തന്നെ ഞാനും ദേ എല്ലാവരെയും നോക്കിക്കണ്ടേ ഈ ഒരു ക്യൂട്ട് മൂമെന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഫോണും പിടിച്ച് നിൽക്കുവാണ്. ഇനി വീണ്ടും നിങ്ങൾ തന്നെ ട്രെൻഡിങ് ആകും. എന്തായാലും പോയി ആ കേക്ക് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്ക്, നിങ്ങളുടെ ഫോട്ടോ ട്രെൻഡിങ് ആവട്ടെ, എല്ലാവരും നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ എന്ന് പറയും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ഫെയ്യും ആ ഒരു കേക്കൊക്കെ കഴിക്കും. അപ്പൊ ഫെയ്യുടെ ചുണ്ടില് കുറച്ച് കേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. ഇത് കാണുമ്പോ തന്നെ ഞാനും, എടാ നീ തന്നെ അതങ്ങട് തുടച്ചു കൊടുക്കടാന്ന് പറയും. ബോയും ചുണ്ടത്തിരിക്കുന്ന കേക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും. ഇത് കാണുന്ന പൗലയും, അയ്യോ
അയ്യോ എന്തൊരു റൊമാൻറ്റിക് കപ്പിൾസ് ആണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ മറ്റുള്ളവര് നിങ്ങളെ കണ്ണ് വെക്കും, അയ്യോ എന്തൊരു ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നന്നായിട്ട് പുകഴ്ത്തും. ഉടനെ തന്നെ ഫെയ്യും എന്തായാലും നിങ്ങൾ ഇരിക്കും, ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പുറകെ തന്നെ ലിയുവും വെച്ച് പിടിക്കും. പോകുന്ന കൂട്ടത്തില് ആൻ റെസ്റ്റ് റൂമിന്റെ കീയും ലിയുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫെയ് ഇങ്ങനെ ഫുഡ് കഴിച്ച് വൊമിറ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് റൂമിൽ കയറുമ്പോ ആ ഒരു റെസ്റ്റ് റൂം മൊത്തമായിട്ട് ലോക്ക് ചെയ്യും. ഇതറിഞ്ഞാണ് ആനൊക്കെ നേരത്തെ തന്നെ ഇതിന്റെ കീ ഒക്കെ സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ ഫെയ് അകത്ത് കയറി ലോക്ക് ചെയ്യും. ലിയു പുറകെ ചെന്ന് ആ ലോക്കൊക്കെ തുറന്ന് അകത്ത് കയറി നിൽക്കും. ബോയ് പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരി അവിടെ നിന്ന് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൊമിറ്റ് ചെയ്ത് കഴിയട്ടെ എന്നും പറഞ്ഞ് ലിയു പുറത്ത് തന്നെ നിൽക്കും. അങ്ങനെ ഫെയ്യും ആ ഒരു ബ്രഷ് കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ബോയ് ഓൾറെഡി ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ എഫേർട്ട് ഇടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്കിപ്പോ എന്താ പ്രോബ്ലം? ഞാനിങ്ങനെ വൊമിറ്റ് ചെയ്ത വിഷയം പുറത്തു പോയി പറയാൻ വേണ്ടി നിൽക്കുവാണോ? അങ്ങനെയാണെങ്കിൽ അതെല്ലാം വേസ്റ്റ് ആയിട്ട് തന്നെ പോകും. നിനക്ക് നന്നായിട്ട് തന്നെ എന്റെ ക്യാരക്ടർ അറിയാലോ. ഇപ്പൊ നീ ഈ കാര്യം പുറത്തു ചെന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ തന്നെ പ്ലേറ്റ് തിരിച്ചിടും. സ്ട്രോബെറി കേക്ക് ഒന്നും എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. പിന്നെ എന്റെ ബോയ് ഫ്രണ്ട് കേക്ക് കഴിക്കാനായിട്ട്, അതും ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് നിർബന്ധിച്ചപ്പോ അവനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചതാണ്. പക്ഷെ കഴിച്ച ഉടനെ തന്നെ എനിക്ക് വോമിറ്റിംഗ് വന്നു. അതുകൊണ്ടാണ് ഞാൻ വോമിറ്റ് ചെയ്തതെന്ന് പറയും. ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും എന്റെ കൂടെയല്ലേ നിൽക്കുള്ളൂ. നിനക്ക് ഇനിയും പുറത്തേക്ക് പോയി പറയണമെങ്കിൽ നീ ചെന്ന് പറഞ്ഞോന്ന് പറയും. നീ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? ശരിക്കും ഇതൊന്നും നോർമൽ അല്ലാന്ന് പറയും. എന്ത് ഇത് നോർമൽ അല്ലാന്നോ? പ്ലാസ്റ്റിക് സർജറി ചെയ്തവള് എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കുന്നു. ഇതാണ് അബ്നോർമാലിറ്റി. ഞാൻ ചെയ്യുന്നതെല്ലാം നോർമൽ ആണെന്ന് പറയും. എന്താ നീ ഇനിയും ഇത് മനസ്സിലാക്കാത്തത്? ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ച് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്തിനാ നീ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ എന്റെ അടുത്ത് നിന്നും അകലം പാലിച്ചാൽ മാത്രം മതി. പിന്നെ എന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാ ഒരിക്കലും അതൊന്നും വിജയിക്കില്ല. അതിലൊക്കെ ഞാൻ തന്നെ വിൻ ചെയ്യും. നിങ്ങളെ വിൻ ചെയ്യാനായിട്ടുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. ഇതിൽ വിൻ ചെയ്യാനായിട്ട് എന്താ ഉള്ളെന്ന് നിന്നെ ചോദിക്കും. വിൻ ചെയ്യാനായിട്ട് എന്താ ഉള്ളേന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെയും ബോയിനെയും ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ലേ? അതിൽ ഞാൻ എന്തോരം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും സത്യങ്ങള് മറഞ്ഞിരിക്കില്ല. അത് പുറത്ത് വരുമ്പോ ആരും നിനക്ക് സപ്പോർട്ടിനായിട്ട് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് നിന്റെ 2 ഫ്രണ്ട്സിലെ മിമിയും പൗലയും അവരോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആര് പറഞ്ഞു അവരെന്റെ ഫ്രണ്ട്സ് ആണെന്ന്? അവര് 2 പേരും എന്റെ ഫോളോവേഴ്സ് മാത്രമാണ്. അവര് മാത്രമല്ല, മാർക്ക്, പ്രിൻസ്, ജെറി, യോം ഇവരെല്ലാവരും എന്റെ ഫോളോവേഴ്സ് ആണ്. അവരുടെ അടുത്തൊക്കെ ഞാൻ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് പോലും. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ ലോകം മൊത്തം എന്റെ കൈക്കുള്ളിലാണ്. ഇപ്പൊ നിനക്ക് എന്റെ സീക്രട്ട് അറിഞ്ഞിട്ട് പോലും ഇത് വെച്ച് നിനക്കൊരു ഉപകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എന്തായാലും നീ നിന്റെ പാടം നോക്കി പോകുന്നു പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകും. കറക്റ്റ് ആയിട്ട് ലിയു ഇവള് പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങാട് പ്ലേ ചെയ്യും. ഇത് കേൾക്കുമ്പോ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. അപ്പൊ തന്നെ ലിയു, എന്തായാലും ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നീ പറഞ്ഞത് സത്യമാണ്. പക്ഷെ നീ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെക്കോർഡിങ് എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കും. അപ്പോ എല്ലാവരും വിശ്വസിച്ചോടും. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും എല്ലാവർക്കും ഇത് കേൾപ്പിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പൊ തന്നെ ഫെയുടെ കൈയും കാലും വിറക്കാനായിട്ട് തുടങ്ങും. എങ്ങനെയെങ്കിലും ആ ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങാന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ തന്നെ ലിയു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ വിട്. ഞാൻ എന്തായാലും ഈ ഒരു റെക്കോർഡിങ് ആരെയും കേൾപ്പിച്ചു കൊടുക്കില്ല എന്ന് പറയും. അപ്പോഴാണ് ഫെയും ഒന്നടങ്ങിയൊക്കെ നിൽക്കുന്നത്. എന്തായാലും സത്യമാണ് ഞാൻ പറയുന്നത്. ഈ റെക്കോർഡിങ് എനിക്ക് ആരെയും കേൾപ്പിക്കണ്ട. നിന്നെ ഹേർട്ട് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ നീ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് നീ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. കാര്യം എന്താണെന്നാല് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാനായിട്ട് നിൽക്കുമ്പോ നമ്മുടെ ബോയ് കഫറ്റേരിയയില് ഫെയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ ടൈമിന് ഫെയ് ബോയുടെ അടുത്തേക്ക് ചെന്ന് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ് നേരെ ഡോക്ടറിന്റെ റൂമിലേക്ക് പോകണോന്ന് പറയും. അങ്ങനെ ഈ കാര്യമൊക്കെ ആലോചിച്ച് ഫെയ് ആണെങ്കിലും ലാബിൽ നിൽക്കാണ്. ഇത് ചെയ്യണോ വേണ്ടിയോ എന്നല്ല കൺഫ്യൂഷൻ മുഴുവനും ഫെയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇപ്പോ ക്ലാസ്സും കഴിയും. ലിയു പറഞ്ഞ പോലെ തന്നെ കഫറ്റേരിയയുടെ മുമ്പിൽ ബോയ് ഫെയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഫെയ് നേരെ ബോയുടെ അടുത്തേക്ക് ചെല്ലും. കുറച്ചു ദൂരം മാറി ലിയുവും ഹാനും നിൽക്കുന്നൊക്കെയുണ്ട്. ഫെയ് ആണെങ്കിലോ ലിയുവിനെ ഒന്ന് നോക്കും. ആ ടൈമിന് ബോയ് ഫെയ്യുടെ അടുത്തേക്ക് വരും. ലിയു പറഞ്ഞു തന്നതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ? അതേപോലെ നീ ചെയ്താൽ മതി. ആദ്യം നിനക്ക് തുടങ്ങാനായിട്ട് മടി
മടിയുണ്ടെങ്കിൽ എന്തായാലും ഞാൻ തന്നെ തുടങ്ങി വെച്ചോളാന്നും പറഞ്ഞ് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഞാൻ നിന്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഇങ്ങനെ നമുക്ക് ഒത്തുപോകാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായാലും ബ്രേക്കപ്പ് ചെയ്യാന്ന് ഭയങ്കര ഉച്ചത്തിൽ പറയും. ഇത് കേൾക്കുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും ഇവരുടെ അടുത്തേക്ക് കൂടും. എന്താണ് ഇവിടെ നടക്കുന്നത്? ആകെ ഒരേ ഒരു ദിവസമല്ലേ രണ്ടുപേരും ഡേറ്റ് ചെയ്തിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഷോക്കായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ ടൈമിന് പോയും നമ്മൾ എന്തായാലും ഒത്തുപോവില്ല, അതിനേലും നല്ലത് നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുന്നതാണ്, എന്തായാലും നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയും. പക്ഷെ ഇതിനൊന്നും ഫെയ് പറയുന്നില്ല. ഫെയ് ആണെങ്കിലോ ലിയോന്റെ കയ്യിലുള്ള മൊബൈലിലേക്ക് തന്നെ നോക്കും. അപ്പൊ തന്നെ ബോയും എന്തായാലും നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, നമുക്ക് പിരിയാന്നും പറഞ്ഞ് പയ്യെ നടക്കും. ഉടനെ തന്നെ ഫെയ് ബോയുടെ കയ്യിലേക്ക് കയറി പിടിക്കും. ആക്ച്വലി ബോയ്, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കാനായിട്ട് എല്ലാവരും ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ തന്നെ ബോയും എന്താ നിനക്ക് പറയാനുള്ളേന്ന് ഇങ്ങനെ ചോദിക്കും. ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിലോ അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയതാണല്ലോ, ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് തോറ്റു കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഫെയുടെ ഉള്ളിലേക്ക് വരും. അതുമല്ലാണ്ട് ലിയോന്റെ കയ്യിലിരിക്കുന്ന ഫോണും നോക്കും. എന്നിട്ട് ഉടനെ തന്നെ ബോയ്, നീ എന്നെ വിട്ടു പോവരുത്, നീ എനിക്കൊരു ചാൻസും കൂടി തരണം, എനിക്ക് നിന്നെ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പ്ലേറ്റ് മറിച്ചിട്ട് ബോയിനെ ചെന്ന് ഹഗ് ചെയ്യും. ബോയ് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. ആ ടൈമിന് ബോയുടെ ചെവിട്ടിലേക്ക് ചെന്ന്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്, അങ്ങനെ എത്തിയിട്ട് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ, എനിക്ക് ലിയോന നന്നായിട്ട് അറിയാം. ഇപ്പൊ അവളുടെ കയ്യില് എന്റെ ആ വോയിസ് നോട്ട് ഉണ്ടാവില്ല, അവൾ അത് നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ എനിക്ക് തോറ്റു കൊടുക്കാനായിട്ട് മനസ്സില്ല എന്ന് പറയും. അപ്പൊ തന്നെ ബോയും ഒന്ന് ആലോചിച്ച് നോക്കും. കെമിസ്ട്രി ലാബിൽ നിൽക്കുമ്പോൾ ലിയോ ബോയ്ക്ക് മെസ്സേജ് അയക്കും. എന്തായാലും ഫെയ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും, അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് നോട്ട് കയ്യിൽ വെക്കുന്നില്ല, ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്, എനിക്ക് ഫെയില് വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോ ഫെയ് പറഞ്ഞ പോലെ തന്നെ ലിയോന്റെ കയ്യിൽ ആ ഒരു വോയിസ് നോട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ഫെയ്ക്കെതിരെ ഇവരുടെ കയ്യിൽ ഇപ്പോ യാതൊരുവിധ തെളിവുമില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പോലും അവസാനം ചെന്ന് കലമുടച്ചത് പോലും ലിയോ ആണ്. ഇനി എന്തെല്ലാമായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്തായാലും വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.